There is no escape. I'm your fate. You can only say yes to me. ഇല്ല ധ്യാൻ, നിനക്ക് എന്നെ അറിയാം. നമ്മളവിടെ ഇന്ത്യയില് അവിടെ സോറി കേട്ടോ, നിങ്ങള് ചിലപ്പോ വേറെ അറിയില്ലായിരിക്കും ഉദ്ദേശിച്ചേ. എനിക്ക് മനസ്സിലാവില്ല. ഇല്ല, നിനക്ക് എന്നെ അറിയാ ധ്യാൻ, നിനക്ക് എന്നെ അറിയാ. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ഫ്രണ്ട് എന്നെ വേറെ ആരായിട്ടോ തെറ്റിദ്ധരിച്ചേക്കേ. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്, ഞാൻ പോവാ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പോവല്ലേ, ഒരു മിനിറ്റ്. നിങ്ങൾ ശരിക്കും ഇവനെ കണ്ടിട്ടില്ലേ? എന്തേ ഇപ്പൊ കൂട്ടുകാരന് സംശയമായ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. വിഷ്ണു, അവനോട് പോവല്ലേ എന്ന് പറ. വിഷ്ണു, എനിക്കറിയാം, എന്ത് ഞാൻ തന്നെ, എനിക്ക് ഉറപ്പാ. അവനോടൊന്ന് നിക്കാൻ പറ. എടാ നീ കരയല്ലേ, എനിക്ക് മനസ്സിലായി. പപ്പ, എന്താ അമ്മ നമ്മുടെ കൂടെ വരാത്തെ? മോനിവിടെ നോക്ക്, അത് നമ്മുടെ അമ്മയല്ല. അമ്മ കൂടിയില്ല നമുക്ക്. നമ്മുടെ അമ്മ നമ്മുടെ വിട്ടുപോയി. ഇല്ല, ഈ അമ്മയുണ്ട് നമ്മുടെ കൂടെ. അമ്മേനെയും കൂടി വിളിക്കേ, നമുക്ക് ഒരുമിച്ച് പോവാ. പപ്പ പപ്പ അമ്മേനെ വിളിച്ചിട്ട് വാ പപ്പ. പറ്റില്ല, ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ അമ്മയല്ല. ഇല്ല, അത് എൻ്റെ അമ്മ തന്നെയാ, എനിക്കറിയാം. പപ്പ വിളിക്കാത്തോണ്ട് അമ്മ വരാഞ്ഞ്. അയാൻ, നമ്മുടെ അമ്മ ഇനി ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ അമേരിക്കയ്ക്ക് വന്നേ. നീ എല്ലാം മറന്നോ? ഇല്ല, അത് എൻ്റെ അമ്മ തന്നെയാ. പപ്പ പറ്റിക്കണതാ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം. അയാനെ വെറുതെ വാശി പിടിക്കില്ലേ. നീ ഇങ്ങനെ കാണിക്കാൻ നിന്നാ നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകും. വേണ്ട, എനിക്ക് എൻ്റെ അമ്മേനെ വേണം. അർജുനെ, എടാ ഏതെങ്കിലും ഒന്ന് മിണ്ട്. ഞാൻ എന്താ പറയണ്ടേ? ഞാനിനി എന്താ പറയണ്ടേ? നീ കണ്ടതല്ലേ എല്ലാം. ഇതാണ് എന്റെ ജീവിതം. 1-2 വർഷമായിട്ട് അനുഭവിക്കണതല്ലേ ഇത്. ഞാൻ ജനിച്ച് വീണപ്പോ തൊട്ട് ഇങ്ങനെ തന്നെയാ. തന്തയും തള്ളിയില്ലാത്തവന്റെ ഒക്കെ കാര്യമൊക്കെ ആരന്വേഷിക്കാനാലേ? നിനക്ക് ഞാനില്ലേടാ. പറയാനാണെങ്കിൽ കുറെ പേരുണ്ട്, ചുറ്റിനും എന്തോരം ആൾക്കാരാ. പക്ഷെ അവരൊന്നും നമ്മളെ മനസ്സിലാക്കൂല. അതാണ്. നീ കണ്ടില്ലേ ധ്യാൻ, അവനെന്നെ ഓർമ്മയില്ലടാ. നിനക്കറിയോ, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവന് ഇഷ്ടമെന്ന് പറഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നെന്നറിയോ? ആ ഓർമ്മ എനിക്ക് മരിക്കണ വരെ മറക്കാൻ പറ്റില്ലടാ. അയാൻ, എന്തെങ്കിലും കഴിക്കുന്നേ. നീ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കല്ലേ. ഇല്ല, അമ്മ വരാണ്ട് ഞാൻ ഒന്നും കഴിക്കൂല. പപ്പ പറഞ്ഞില്ലേ, അത് നമ്മുടെ അമ്മയല്ല. പിന്നെ ഞാൻ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാ? ഇല്ല, പപ്പ കള്ളം പറയാ, എനിക്കറിയാം. ഇനി അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കൂല. പപ്പ ചെല്ലു പപ്പ, പ്ലീസ്. പപ്പ വിളിച്ചമ്മ വരും, വേഗം ചെല്ലു പ്ലീസ്. ഓക്കെ, ഞാൻ പോയി വിളിച്ചിട്ടുണ്ടെന്നാ മോള് കഴിക്കോ? കഴിച്ചോളാം, മമ്മ വന്നാൽ ഞാൻ കഴിച്ചോളാം. എന്നാ മോള് ഇപ്പൊ ഇത് കഴിക്കേ, എന്നാ പപ്പ വിളിച്ചിട്ട് വരാം. ഇല്ല, പറ്റിക്കാനല്ലേ. ഇത് കഴിച്ച് കഴിയുമ്പോൾ കൊണ്ടുവരില്ല, എനിക്കറിയാം. ഇല്ല, പപ്പ പ്രോമിസ് ചെയ്യണ്. ഇത് കഴിച്ച പപ്പ എന്തായാലും വിളിച്ചോണ്ട് വരും. കഴിക്കട മോനെ. വിളിച്ചുകൊണ്ട് വരുമല്ലോ. പപ്പ പറഞ്ഞോണ്ട് ഞാൻ കഴിക്കാം. അർജു, നീ റെഡി ആയില്ലേ? ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്കിന്ന് നേരത്തെ എത്തണ്ടേ, അവിടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഞാൻ വന്നില്ലടാ, നീ പോയിക്കോ. എന്തു പറ്റിയിടാ, നിനക്ക് പാടില്ലേ? അതോ ഇന്നലത്തെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കണോ? ആകെ ഒരു സുഖമില്ല. ഈ കൊല്ലത്തിൽ ഞാൻ അങ്ങോട്ട് വന്നാ ഒന്നും ശരിയാവൂല. എങ്കിൽ നീ റെസ്റ്റ് എടുക്ക്. ശരി എന്നാ. ഇവൻ ഇതിപ്പോ പോയുള്ളൂല്ലോ. നിന്റെ ലീവ് ഞാൻ പറയണോ? ഏയ് വേണ്ട, ഞാൻ അത് മെയിലയച്ചുണ്ട്. ശരി എന്നാ, ടേക്ക് കെയർ. ഇവൻ ഇത് പോയില്ലേ? ഞാൻ വരുമ്പോഴേക്കും കരഞ്ഞോണ്ടിരിക്കരുത് കേട്ടാ. ഓ ഇല്ലായേ, നീ ഒന്ന് സമാധാനത്തോടെ പോയിട്ടും വാ. ഓക്കെ, ശരി എന്നാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നോ മോർ ക്രൈ. ഇവന്റെ ഒരു കാര്യം. എന്റെ പൊന്നു വിഷ്ണുവേ, നീ എന്നാ പോവണ്ട ജോലിക്ക്, ഇവിടെ തന്നെ നിന്നോ. ഇനി നിനക്ക് എന്താ വേണ്ടേ?
ധ്യാൻ, ഐ എം സോറി. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായോ? ഇല്ല ധ്യാൻ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എനിക്കറിയാമായിരുന്നു നീ ആ നേരത്തെ തന്നെ പറ്റിക്കാൻ കാണിക്കണേണെന്ന്. നീ വന്നല്ലോ, എനിക്കത് മതി. സോറി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാ വന്നത്. അപ്പോൾ ശരിക്കും ആ പെൺകുട്ടി നിന്റെ കൊച്ചു തന്നെയാണോ? അതെ, അവൾ എൻ്റെ മോളെ അയാൻ. അവൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അറിഞ്ഞൂടാ, അവള് നിങ്ങളെ അമ്മയെന്നാ വിളിക്കണേ. എനിക്ക് അറിഞ്ഞൂടാ ആരാ പഠിപ്പിച്ചു കൊടുത്തേന്ന്. നിങ്ങൾ ഇതിനു മുമ്പ് ആരെയും പ്രണയിച്ചിട്ടില്ലേ? ഉണ്ട്, എൻ്റെ ഭാര്യനെ. പക്ഷെ അവള് പോയതിന് ശേഷം എൻ്റെ കൊച്ചിനെ ഇത്രയ്ക്ക് സന്തോഷമായിട്ട് കണ്ടത് ഞാൻ ഇന്നലെയാ. ഞാൻ വന്നത് അവള് നിങ്ങളെ അമ്മയായിട്ട് കരുതിയൊക്കെ. നിങ്ങളെയും കൂടി ചെന്നില്ലെങ്കിൽ ഒന്നും കഴിക്കൂല എന്നാ പറയണേ. അവള് പറഞ്ഞതുപോലെ ചെയ്യും. അമ്മയില്ലാത്തോണ്ട് ഭയങ്കര വാശിയാ അവൾക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊന്ന് എൻ്റെ കൂടെ വരാമോ? ഞാൻ ഇന്നലെ നിങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ അവളെ ഭക്ഷണം കഴിപ്പിച്ചേ. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കള്ളം പറയണേന്ന് വിചാരിക്കുള്ളൂ. ശരിയാ, ഞാനിപ്പോ നിങ്ങൾക്കൊരു തലവേദന ആയിട്ടുണ്ടാവും. എനിക്ക് നിങ്ങൾ അറിയോ പോലുമില്ല. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഓക്കെ, ഞാൻ വരാം. ശരിക്കും ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ വരുമെന്ന്. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൾക്ക് എന്തായാലും സന്തോഷമാവും. അമ്മേ, അമ്മ വന്നല്ല എന്നെ കാണാനായിട്ട്. അമ്മനെ ഞാൻ എവിടെയും വിടില്ല. അമ്മ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. മോന്റെ അമ്മ ഞാനല്ലടാ. മോനോട് ആരാ പറഞ്ഞ ഞാൻ അമ്മയാണെന്ന്? ഇല്ല, അയാൻ്റെ അമ്മ ഇത് തന്നെയാ. എന്താ പപ്പ കള്ളം പറയാൻ പറഞ്ഞോ? എന്നെ ഇട്ടിട്ട് പോവാനാണോ? ഇല്ലടാ, നോക്ക്, ഞാൻ ഒരാണല്ലേ. ഞാൻ എങ്ങനെ മോന്റെ അമ്മയാവണേ? വേണ്ട, വേണ്ട, നിങ്ങൾ എന്നെ പറ്റിക്കേണ്. അമ്മ ഇനി പോയി കഴിഞ്ഞാൽ ഞാൻ ചത്തളയും. മോളെ അങ്ങനെയൊന്നും പറയല്ലേ നീ. അർജുൻ, ഒന്ന് വരോ? എടോ, എനിക്ക് അവള് മാത്രമുള്ളൂടോ. അവളും പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിക്കാനൊന്നുമില്ല ഇവിടെ. ഞാൻ ചോദിക്കുന്നത് സ്വാർത്ഥതയാണെന്നറിയാം. എന്നാലും തനിക്ക് ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നൂടെ? വെറുതെ നിൽക്കണ്ട. തനിക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ മതി, ഞാനെല്ലാം ചെയ്തുതരാം. 1 മാസത്തോളം താനൊന്നും ഇവിടെ നിൽക്ക്. അപ്പോഴേക്കും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അമ്മ, അമ്മ എവിടെയും പോലെ കേട്ടോ. അമ്മ എൻ്റെ റൂമിലേക്ക് വാ. ഞാൻ അവിടെ കുറേ കളിപ്പാട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. എടാ, നീ എവിടെയാ? ഞാൻ ധ്യാന്റെ വീട്ടില്. നീ എന്തിനാ അങ്ങോട്ട് പോയേ? നമ്മുടെ മുന്നിൽ വെച്ചല്ലോ അവൻ നിന്നെ അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ അങ്ങോട്ട് പോയേ? ഞാൻ അവന് വേണ്ടിയല്ലടാ, അവന്റെ മോൾക്ക് വേണ്ടിയാ വന്നേ. ആ കൊച്ചിനെ അമ്മയായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. നീ ഇങ്ങോട്ട് മര്യാദക്ക് പോന്നേ. അമ്മ, അമ്മ പോവാൻ പോവേണോ? അർജുൻ, അർജുൻ, കേക്കണില്ലേ? ഞാൻ എങ്ങനെ പോവാനാ? എന്റെ മോളൊറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ പോവും?